നമസ്കാരം. എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് സ്വർണ്ണവില 3 ലക്ഷം രൂപ കവിയുന്നു. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നോക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വർണ്ണത്തിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ? എന്നാൽ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ 2026 എത്തി നിൽക്കുന്ന സമയത്ത് സ്വർണ്ണത്തിന്റെ വിലയിൽ വരുന്ന ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു കയറ്റം എന്ന് പറയുന്നത് ഒരു സൈക്കിളായിട്ട് നിൽക്കുമോ, അതല്ല ഇതൊരു ബബിള് പോലെ, ഒരു കുമിള പോലെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. അതായത് സ്വർണ്ണത്തിന്റെ 6 വർഷത്തെ റിട്ടേൺസ് 2026 എക്സ്പേർട്ടുകൾ സ്വർണ്ണവിലയെ സംബന്ധിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്താണ്? അതുകൂടാതെ കോമൺ ട്രാപ്പുകളിൽ പെടാതെ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ അവിനാഷ്. നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ നമ്പറുകൾ ഒന്ന് പരിശോധിക്കാം. 2020 മുതൽ 2026 ആദ്യ ഭാഗം വരെ പരിശോധിക്കുന്ന സമയത്ത് സ്വർണ്ണത്തിന്റെ വില റോക്കറ്റ് പോലെ ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. 2020 1 ഗ്രാം സ്വർണ്ണത്തിന്റെ ആവറേജ് വില എന്ന് പറയുന്നത് 4865 രൂപ ആയിരുന്നെങ്കിൽ അത് 2026 ആകുമ്പോഴേക്കും 1 ഗ്രാം സ്വർണ്ണത്തിന് 15840 രൂപയാണ് വില വരുന്നത്. അതായത് 6 വർഷത്തിനുള്ളിൽ സ്വർണ്ണത്തിനുണ്ടായ റിട്ടേണിൽ വന്നത് 225% വർധനമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് പലപ്പോഴും ഉയരുകയും താഴുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നുണ്ടെങ്കിലും സ്വർണ്ണത്തിന്റെ വിലയിൽ സംഭവിച്ചിരിക്കുന്നത് ഒരേ ഒരു മാറ്റം മാത്രമാണ്. അതായത് അത് കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇത്രയും വർഷം കണ്ടുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി 2025 നമ്മൾ കണ്ട 71% വർധനവ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് 2020 മുതൽ 2026 വരെയുള്ള സ്വർണ്ണത്തിലുണ്ടായ വർധനവിന്റെ ഒരു ബ്രേക്ക് ഡൗൺ. അത് എങ്ങനെയാണ് സംഭവിച്ചത്, എത്രത്തോളം വർധനമാണ് സ്വർണ്ണ വിലയിൽ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടായത് എന്നതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. 2020 10 ഗ്രാം സ്വർണ്ണത്തിന്റെ വില എന്ന് പറയുന്നത് 48,651 രൂപയായിരുന്നു. അത് 1 ഗ്രാമിന് 4,865 രൂപയായിരുന്നു. 2021 ആകുമ്പോഴേക്കും 10 ഗ്രാം സ്വർണ്ണത്തിന്റെ ആവറേജ് വില 48,720 രൂപ, 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില 4,872 രൂപ. 0.1% ഇയർ ഓൺ ഇയർ റിട്ടേൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത് 2021. 2022 ആകുമ്പോഴേക്കും 52,670 രൂപയായി 10 ഗ്രാം സ്വർണ്ണത്തിന്റെ ആവറേജ് വില. അത് 1 ഗ്രാം സ്വർണ്ണമാകുമ്പോഴേക്കും 5,267 രൂപ. 8.1% ആവറേജ് റിട്ടേൺ ആണ് ഒരു വർഷത്തിൽ സംഭവിച്ചത്. 2023 10 ഗ്രാം സ്വർണ്ണത്തിന് 65,330 രൂപയായപ്പോൾ 1 ഗ്രാം സ്വർണ്ണത്തിന് 6,533 രൂപയായി. നേരത്തെ 8.1% കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ ഒരു 2023 ആകുമ്പോഴേക്കും ഒരു വർഷത്തിൽ 24% വർധനമാണ് സ്വർണ്ണത്തിൽ നിന്നുമുള്ള റിട്ടേണിന് സംഭവിച്ചിരിക്കുന്നത്. 2024 ആകുമ്പോഴേക്കും 10 ഗ്രാം സ്വർണ്ണത്തിന് 77,913 രൂപയും 1 ഗ്രാം സ്വർണ്ണത്തിന് 7,791 രൂപയും ആയി. 19.3% വർധനമാണ് 2024 സ്വർണ്ണത്തിന്റെ വിലയിൽ ഉണ്ടായ റിട്ടേണിന് സംഭവിച്ചത്. 2025 ആകുമ്പോഴേക്കും 10 ഗ്രാം സ്വർണ്ണത്തിന്റെ വില 1,33,195 രൂപ, 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില 13,320 രൂപ. 71% റിട്ടേൺ ആണ് ആ ഒരു വർഷം ഉണ്ടായത്. എന്നാൽ 2026 ഫെബ്രുവരി ആകുമ്പോഴേക്കും 10 ഗ്രാം സ്വർണ്ണത്തിന് 1,58,400 രൂപയും 1 ഗ്രാം സ്വർണ്ണത്തിന് 15,840 രൂപയുമായി മാറി. 18.9% റിട്ടേൺ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഈ വർഷം ഈ ഒരു സമയം വരെ 18.9% റിട്ടേൺ ആണ് സ്വർണ്ണ വിലയിൽ അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഗോൾഡിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഗെയിനും ഏറ്റവും അടുത്ത കാലത്താണ് വന്നിട്ടുള്ളത്. 2025 മാത്രം, കഴിഞ്ഞ വർഷം മാത്രം 71% റിട്ടേൺ ആണ് ഗോൾഡിൽ സ്വർണ്ണത്തിൽ ലഭിച്ചിട്ടുള്ളത്. പതിറ്റാണ്ടുകളായിട്ടുള്ള സ്വർണ്ണത്തിന്റെ പെർഫോമൻസിൽ ഏറ്റവും വലിയ ഒരു റിട്ടേൺ ആണ് ഇതെന്ന് നമുക്ക് പറയാം. ഈ വർഷം ഏകദേശം ഈ ഒരു സമയം വരേക്കും ഏകദേശം 20% റിട്ടേൺ സ്വർണ്ണത്തിൽ നിന്നും ഇതുവരെ ലഭിച്ചു കഴിഞ്ഞു. ഈ വർഷത്തിന്റെ ആദ്യ പകുതി ആവുന്നതേ ഉള്ളൂ എന്ന് ഇപ്പോൾ തന്നെ ആലോചിക്കുക. നമ്മൾ നേരത്തെ പരിശോധിച്ച പട്ടിക നോക്കുന്ന സമയത്ത് 6 വർഷത്തെ ഒരു ഗെയിൻസിന്റെ ഏറ്റവും വലിയ ഒരു സിംഹഭാഗം കഴിഞ്ഞ 2 വർഷത്തിലാണ് ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലാണ്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? സ്വർണ്ണത്തിന്റെ വില ഇപ്പോൾ ഏകദേശം 1.6 ലക്ഷം രൂപ, 10 ഗ്രാമിന് 1,60,000 രൂപ കഴിഞ്ഞു. ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, സ്വർണ്ണ വില കൂടാനുള്ള സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ്. ലോകത്തെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ ഇപ്പോഴും അഗ്രസീവായിട്ട് സ്വർണം വാങ്ങുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആഗോളതലത്തിലുള്ള ഗോൾഡ് കോൺഫ്ലിക്റ്റുകളും ട്രേഡ് ടെൻഷനുകളും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അമേരിക്കൻ ഡോളറിന് മേൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കാനാണ് ആഗോള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യമെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വർണത്തിന് ഡിമാൻഡ് കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. സോ സ്വർണത്തിന്റെ വില ഓൾറെഡി കൂടിയോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സ്വർണത്തിന്റെ വില ഇനിയും കൂടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. സോ
എന്തുകൊണ്ടാണ് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? വൈ ടു ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗോളതലത്തിൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുകയാണ്. അത് റെക്കോർഡ് ലെവലിലാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല അവർ അത് വിൽക്കുന്നുമില്ല. ഇൻഡസ്ട്രി ഡാറ്റ പ്രകാരം 2025 മാത്രം ആഗോളതലത്തിൽ സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയത് ഏകദേശം 600 മുതൽ 800 ടൺ വരെ സ്വർണ്ണമാണ്. മാത്രമല്ല ഇവയിൽ പല ബാങ്കുകളും സമീപ ഭാവിയിൽ തന്നെ അവരുടെ സ്വർണ്ണത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ റിസർവ് കൂട്ടാനുള്ള ഒരുക്കത്തിലാണ്. സോ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സെൻട്രൽ ബാങ്കുകളാണ് സ്വർണ്ണത്തിന്റെ നെറ്റ് ബയേഴ്സ്. 10,000 ടണ്ണിന് മുകളിലോളം സ്വർണം ആനുവൽ പർച്ചേസ് കൺസിസ്റ്റൻസി എന്ന രീതിയിൽ സെൻട്രൽ ബാങ്കുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ ഏതാനും ദശകങ്ങളായിട്ടുള്ള ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള മൾട്ടി ഇയർ ട്രെൻഡാണ് എന്ന് പറയാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്ലോബലി സ്വർണ്ണത്തിനുള്ള ഡിമാൻഡ് 50,000 ടൺ കവിഞ്ഞു കഴിഞ്ഞു. ഇത് 2025 മാത്രം കണക്കാണ്. എല്ലാ റെക്കോർഡുകളെയും ഭേദിക്കുന്ന ഒന്നാണിത്. ഇത് സ്ട്രോങ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോ, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിന്റെ സ്വർണം വാങ്ങുന്ന പ്രവണത, അതുപോലെ തന്നെ സ്വർണത്തിന്റെ ബാറിനും കോയിനുമുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിമാൻഡ്, ഈ 3 കാര്യങ്ങളും ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ പ്രൈസ് കൂടുന്ന സമയത്ത് പർച്ചേസിംഗ് പവർ പ്രൊട്ടക്ട് ചെയ്യാൻ സ്വർണം സഹായിക്കുന്നു. അതുപോലെ തന്നെ കറൻസിയിലുള്ള ഒരു വോളറ്റാലിറ്റി ഉണ്ട്. അതായത് കറൻസി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റർമാർ കൂടുതലും സ്വർണ്ണത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ചെയ്യുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പല എക്സ്പേർട്ടും സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ 10 മുതൽ 15% സ്വർണ്ണത്തിലേക്ക് മാറ്റിവെക്കണം എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തും സ്വർണം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ജ്വല്ലറി ഷോപ്പിലേക്ക് പോവുകയാണോ എങ്കിൽ വെയിറ്റ്. സ്വർണം ആഭരണങ്ങളുടെ രൂപത്തിൽ വാങ്ങുന്നത് ഒരു വേസ്റ്റ് ആണ്. ആക്ച്വലി അത് ഒരു പ്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല. നിങ്ങൾ ഒരു സ്വർണ്ണമാല വാങ്ങുന്നതിനായിട്ട് 1 ലക്ഷം രൂപ നിങ്ങൾ ചിലവാക്കുന്നു എന്നിരിക്കട്ടെ. ഇങ്ങനെയാണ് അതിന്റെ കണക്ക് വരുന്നത്. നിങ്ങൾ കൊടുക്കുന്ന 1 ലക്ഷം രൂപയിൽ 3% GSTക്കായി പോകുന്നു. അതുപോലെ തന്നെ 10 മുതൽ 15% വരെ മേക്കിംഗ് ചാർജ് ആയിട്ടും പോകുന്നു. നിങ്ങൾ ഈ സ്വർണ്ണമാല 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങി നിങ്ങൾ ആ ജ്വല്ലറിയിൽ നിന്നും പുറത്ത് പോകുന്ന സമയം തൊട്ട് അതിന്റെ വില കുറയുന്നു. അത് 82,000 രൂപയോ അതിൽ കുറവോ ആവാനാണ് സാധ്യത. അതായത് ആദ്യ ദിവസം തന്നെ 18% ലോസ് നിങ്ങൾക്ക് അവിടെ സംഭവിച്ചിരിക്കുന്നു. അതായത് സ്വർണ്ണമാല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജ്വല്ലറി ആഭരണങ്ങൾ എന്ന് പറയുന്നത് അത് ധരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉള്ളതാണ്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരിക്കലും കണക്കാക്കാൻ പാടില്ല. സോ നിങ്ങൾക്ക് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 3 വഴികളാണ് ഉള്ളത്. 1 ഫിസിക്കൽ ഗോൾഡ്, 2 ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ, 3 ഡിജിറ്റൽ ഗോൾഡ്. നിങ്ങൾ ഫിസിക്കൽ ഗോൾഡിലോ അല്ലെങ്കിൽ സിൽവറിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 4 പ്രോബ്ലംസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. നിങ്ങൾ മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, GST കൊടുക്കേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ സ്വർണ്ണത്തിന്റെ പ്യൂരിറ്റി അതിന്റെ ശുദ്ധതയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് അതിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എവിടെയാണ് ഇത് സൂക്ഷിക്കേണ്ടത്, അഥവാ ലോക്കറിൽ വെക്കുകയാണെങ്കിൽ അത് ലോക്കർ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത ഓപ്ഷൻ ഡിജിറ്റൽ ഗോൾഡ് ആണ്. നിരവധി ആപ്പുകൾ ഇന്ന് ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ ഏറ്റവും റീസെന്റ് ആയിട്ട് സെബി, അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബ്യൂറോ ഓഫ് ഇന്ത്യ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവർ പ്രഖ്യാപിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സെബിയുടെ റെഗുലേഷനിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് റിസ്ക്കും ഉൾപ്പെട്ടിരിക്കുന്നു. സോ സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മ്യൂച്വൽ ഫണ്ടുകൾ പോലെ നിങ്ങൾ സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ, അതായത് അവർ നിങ്ങൾക്ക് വേണ്ടി ഷെയറുകൾ വാങ്ങുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് വേണ്ടി ഈ ഫണ്ട് സ്വർണം വാങ്ങുന്നു. ഈ വാങ്ങിക്കുന്ന സ്വർണം സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള വാൾട്ടുകളിൽ സൂക്ഷിക്കപ്പെടുന്നു. കാരണം ഈ മ്യൂച്വൽ ഫണ്ടുകൾ സെബി റെഗുലേറ്റഡ് ആണ്. സ്റ്റേബിൾ മണി പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് വെറും 100 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു SIP സെറ്റപ്പ് ചെയ്തുകൊണ്ട് പ്രതിമാസ തവണയിലോ അല്ലെങ്കിൽ ദിവസ തവണയിലോ നിങ്ങൾക്ക് എമൗണ്ട് അടക്കാം. അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ പണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനുള്ള ഓപ്ഷനും സ്റ്റേബിൾ മണി നിങ്ങൾക്ക് നൽകുന്നു. സ്റ്റേബിൾ മണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലും സിൽവർ മ്യൂച്വൽ ഫണ്ടിലും ഒരുമിച്ച് ഒരു സിംഗിൾ ബാസ്ക്കറ്റ് ട്രാൻസാക്ഷനിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. കൂടാതെ ഒരു എക്സ്പെർട്ട് റെക്കമെൻഡഡ് ഗോൾഡൻ റേഷ്യോയും സ്റ്റേബിൾ മണി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ കണ്ടീഷന് അനുസരിച്ച് സ്വർണ്ണത്തിലും വെള്ളിയിലും എത്ര പെർസെന്റേജ് ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഇത് സജസ്റ്റ് ചെയ്യുന്നു. ഈ റെക്കമെൻഡേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർണ്ണത്തിൽ മാത്രമോ അല്ലെങ്കിൽ വെള്ളിയിൽ മാത്രമോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് കംപ്ലീറ്റ് ഫ്ലെക്സിബിലിറ്റി സ്റ്റേബിൾ മണി നിങ്ങൾക്ക് നൽകുന്നു. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. ആദ്യം സ്റ്റേബിൾ മണി ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാനത് സ്റ്റേബിൾ മണി ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എൻ്റെ KYC ഓൾറെഡി ചെയ്തുകൊണ്ട് KYC സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും. അത് KYC നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി KYC ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ 3 ഓപ്ഷൻ കാണാൻ പറ്റും. പോപ്പുലർ, ഓൺലി ഗോൾഡ്, ഓൺലി സിൽവർ. നമ്മളിവിടെ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൺലി ഗോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് SIP സെലക്ട് ചെയ്യുന്നു. SIP ഇവിടെ മന്ത്ലി, ഡെയിലി ഇങ്ങനെ 2 ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഡെയിലി SIP ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഡെയിലി SIP ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞത് 100 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി SIP ഇതിൽ ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഫ്രം ടുമാറോ ഇവിടെ കാണാം 100 രൂപ ഷെഡ്യൂൾ SIP.
ഒരു OTP നമുക്ക് വരുന്നതായിരിക്കും. ആ OTP ഇവിടെ ഓട്ടോമാറ്റിക്കലി കോപ്പി ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഗൂഗിൾ പേ വഴി നമ്മൾ ഓട്ടോ പേ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഓട്ടോ പേ വാസ് സെറ്റപ്പ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മുടെ ഡെയിലി SIP 100 rupees അതിൻ്റെ ഓട്ടോ പേ സെറ്റപ്പ് ആയിരിക്കുകയാണ്. ഇത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. എനിക്കൊരു ഡെയിലി SIP ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ടൈമിനെ കുറിച്ച് എനിക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഡെയിലി SIP സെറ്റപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഡെയിലി ബേസിസിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റായി ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. സോ ചെറിയ എമൗണ്ട് ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേണും അതിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പേർട്ടിന്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ 10 മുതൽ 15% വരെ സ്വർണ്ണത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ റിസ്ക് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധ്യമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ മാർക്കറ്റ് അത്രത്തോളം വോളറ്റൈൽ ആയിട്ടും അത്രത്തോളം ഫ്ലക്ച്വേറ്റ് ആയിട്ടുള്ള സമയത്ത് പോലും സ്വർണം വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെ സ്റ്റഡി ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് കൊണ്ടാണ്. സോ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലേക്കുള്ള നിങ്ങളുടെ യാത്ര ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്റ്റേബിൾ മണി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ KYC കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വെറും 100 രൂപ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് സ്റ്റേബിൾ മണി ആപ്പിലൂടെ ഗോൾഡ് SIP സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്കിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുക. ബോസോല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. सोने और चांदी में निवेश संबंधित म्यूचुअल फंड्स के माध्यम से किया जाता है। म्यूचुअल फंड निवेश बाजार जोखिमों के अधीन होते हैं। कृपया सभी योजना संबंधी दस्तावेज ध्यान पूर्वक पढ़ें। बॉस वाला, बी द बॉस।